ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കങ്കുവ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. സൂര്യയുടെ 2 വർഷമായിട്ട് ഒരു പടവുമില്ല. അവസാനം നമ്മൾ കാത്തിരുന്നൊരു സിനിമയാണ് കങ്കുവാൻ. ഡയറക്ടർ ശിവയുടെ ഇതിന് മുന്നേ ഉള്ള 4-5 പടങ്ങൾ അടുപ്പിച്ച് മലപ്പടക്കം പോലെ പൊട്ടിയതാണ്. ഇതൊരു 6ാമത്തെ പടം എന്ന് മാത്രം കൂട്ടിയാൽ മതി. അപ്പം ഡയറക്ടർ ശിവയെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ഷനായിരുന്നു. പക്കാ വേസ്റ്റ് ആയിരുന്നു. ബഡ്ജറ്റ് 350 കോടി രൂപ സ്വാഹ. നടന്ന് ഓടി പ്രൊമോഷൻ ചെയ്തപ്പോഴേ നമ്മൾ നിരീക്ഷണമായിരുന്നു. പണി വാളാനുള്ള പരിപാടിയായിരുന്നു. ഓവർ പ്രൊമോഷൻ ചെയ്യുന്ന സിനിമകൾ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ആ പടം വലിയ ഡേഞ്ചറാണെന്നുള്ള കാര്യം. ഓവർ പ്രൊമോഷൻ ചെയ്യുന്ന സിനിമ ഭയങ്കര ഹൈപ്പായിരുന്നു. എസ്പെഷ്യലി നമ്മൾ സൂര്യയുടെയൊക്കെ ഇതിനു മുന്നേ കണ്ട ജയ് ഭീമും സുരാറെ പോട്ടറും അതിന് മുന്നുള്ള എന്ത് നല്ല സിനിമകളായിരുന്നു. ഇനി അടുത്ത സൂര്യ കാർത്തിക് സുബ്രാജിന്റെ പടം അത് ഒരു പ്രതീക്ഷയുണ്ട് ഡയറക്ടറിന്റെ ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ. പക്ഷേ ഈ കങ്കുവ എന്ന് പറഞ്ഞ പടം ഒരു രക്ഷയില്ല. അത്ര ശോകമായിരുന്നു. ഇതിൽ ആദ്യത്തെ ഒരു 30 മിനിറ്റ് വരെ ഇപ്പോൾ 2024 സംഭവം ഒന്ന് കാണിക്കുന്നത്. അതിൽ കുറേ ആദ്യം ഹോളിവുഡിൽ നമ്മൾ അജിത്തിന്റെ മുന്നേ കണ്ട സിനിമ മറ്റേ വലിമയല്ല മറ്റേ അയ്യോ ലാസ്റ്റ് കാജോള് പാട്ട് പാടും പറ്റി അടിക്കുന്ന സിനിമ ഉണ്ടല്ലോ, പടം പേര് ഞാൻ മറന്നുപോയി. അതേപോലെ കുറേ ഹോളിവുഡ് കണക്ക് കുറേ സംഭവമൊക്കെ കാണിച്ച് വന്നിട്ട് സൂര്യനെ ഇൻട്രഷൻ കാണിക്കും. സൂര്യയുടെ ഇൻട്രഷൻ ആണെങ്കിൽ വൺ ഓഫ് ദി വേസ്റ്റ് ഇൻട്രഷൻ ആയിരുന്നു. സൂര്യക്ക് ഇത് വന്നൊരു കൂടുതൽ ഇൻട്രഷൻ വേറെ ഇല്ല. ഒരു അളിഞ്ഞൊരു ഇൻട്രൊഡക്ഷനും പിന്നെ ഒരു മറ്റേ യോലോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, പാട്ടിലാണെങ്കിൽ സൂര്യക്ക് അവിടെ ഒരു സ്ക്രീൻ പ്രസൻസേ ഇല്ല. ആ ദിശ പട്ടനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തവും കൊണ്ടുപോകുന്നത്. അവൾ ആ സെക്സി ബോഡിയും എല്ലാം അങ്ങനെയാണ് ഷൂട്ട് വെച്ചത്. അത് സൂര്യയുടെ ശ്രദ്ധിക്കാൻ പോകത്തില്ല. ആ പാട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ എന്താണെന്നുള്ള കാര്യം. അച്ചടി ഞാൻ പറയാൻ. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര ശോകമായിരുന്നു. ആദ്യത്തെ ഇപ്പോഴത്തെ കാണിക്കുന്ന ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ പാസ്റ്റിലത്തെ സ്റ്റോറി കാണിക്കുന്നത്. എന്താണ് സംഭവം എന്നുള്ളത്. അയ്യോ, അത് പിന്നെ പറയണ്ട. അവിടെ നിന്ന് ഒരു ദുരന്തത്തിലേക്ക് വേറൊരു ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് മെയിൻ സ്റ്റോറിയിലേക്ക് പോകുന്നത്. അയ്യോ, എന്തൊരു ഓവർ ആക്ടിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ശിവയുടെ സ്ഥിരം പരിപാടി പാസം തന്നെ. അയ്യോ, ഒഴുകണ് പാസം. അണ്ണാത്തെ സിനിമ കണ്ടെങ്കിൽ അണ്ണാത്തെ ഒരു വേറൊരു വേരിയൻ്റ് ആണ് കങ്കുവ എന്ന് ഞാൻ പറയും. അത്ര പാസമായിരുന്നു. അയ്യോ, സൂര്യയുടെ ഇൻട്രൊഡക്ഷനൊക്കെ വെക്കുമ്പോൾ പാട്ട്, അടിക്ക് പാട്ട്, ഇമോഷണൽ പാട്ട്, തൊട്ടാലും പിടിച്ചാലും പാട്ട്. പാട്ടെന്നും കൂടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ദേവിശ്രീ പ്രസാദ് എടുത്തു പറയണം. പുഷ്പ 2 കണ്ടു തന്നെ അറിയണം. പുഷ്പ 2 എനിക്ക് തോന്നുന്നത് BGM സ്കോർ വേറെ ആളെ വെച്ചു എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. എത്രത്തോളം സത്യമാണെന്നുള്ളത് അറിയത്തില്ല. പാട്ട് മാത്രം ദേവിശ്രീ പ്രസാദ് ചെയ്യുന്നു. BGM സ്കോർ ആരൊക്കെയോ മാറ്റിയതാണെന്ന് തോന്നുന്നത്. കാരണം ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടാൽ മനസ്സിലാവും അത്ര വെറുപ്പീരായിരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാറുള്ളതുകൊണ്ട് എല്ലാത്തിനും പാട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് ദേവിശ്രീ പ്രസാദിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ബോബി ഡിയോളുണ്ട്. ബോബി ഡിയോള് ഇതിലത്തെ സൂര്യ ഇതിന്റെ 1 ലൈൻ പറഞ്ഞായിരുന്നു ഇവിടെ വന്നപ്പോൾ. എനിക്ക് തോന്നുന്നു കേരളത്തോ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ 1 ലൈനോ 2 ലൈൻ സ്റ്റോറി പറഞ്ഞപ്പോൾ സള്ളേ കൊള്ളാലോ സംഭവം. ഞാനും കുറെ പ്രതീക്ഷ വെച്ചു. പക്ഷേ ഇതിന്റെ സ്റ്റോറിയും ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്കാണ്. ഇതിന്റെ ഡയറക്ഷനാണ് ഏറ്റവും വലിയ തോൽവി, വേറെ ഒന്നുമില്ല. സ്റ്റോറി നല്ല സ്റ്റോറി ആയിരുന്നു. പക്ഷേ സ്റ്റോറി എഴുതിയത് ശിവ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഡയറക്ഷൻ അട്ടാറ് ഫ്ലോപ്പാണ്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ഫ്ലോപ്പ് സാധനമായിരുന്നു എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ദിശ പട്ടാണിക്ക് വലിയ റോളൊന്നുമില്ല. ഭയങ്കര ശോകവും ഭയങ്കര ഓവർ ആക്ടിങ് ഒക്കെയാണ്. നമ്മൾ വെറുത്തു. പിന്നെ പുള്ളിക്കാരുടെ ആ സെക്സി ഡാൻസും ഇതുകൊണ്ട് നമ്മൾ ആ സ്ക്രീൻ പ്രസൻസ് പോലും സൂര്യക്ക് കിട്ടൂല. മൊത്തം ഇവള് കൊണ്ടുപോകും. അവിടെയാണ് വിജയുടെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ആക്ടേഴ്സ് ഒന്ന് ഡാൻസ് കളിച്ചിട്ട് നമ്മുടെ കണ്ണ് എപ്പോഴും വിജയുടെ അടുത്ത് പൂത്തണം. ആ ഒരു ഇമ്പാക്റ്റ് സൂര്യക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. എനിക്കത് ഒരു ഭയങ്കര ഒരു ഡിസപ്പോയിന്റ് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ സൂര്യയുടെ ഇവിടെ ചില സ്ഥലത്തുള്ള ഇങ്ങനെ ഉറച്ചു പറഞ്ഞ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. മറ്റേ ഉൻറത്തുമും എൻറത്തുമും വെവ്വേറെ അതൊക്കെ ഇതിൽ കാണുമ്പോൾ നമ്മൾ വെറുത്തുപോകും. ഉള്ള കാര്യം ഞാൻ അങ്ങനെയല്ല ഈ സാധനം ഇതിൽ പറയുന്നത്. അങ്ങനെയൊക്കെ കുറേ സംഭവമാണ്. ട്രെയിലർ പോലെ അല്ല പടം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ. ട്രെയിലറിലാകുമ്പോൾ നമ്മൾ അടിപൊളി VFX ആണെന്നൊക്കെ വിചാരിക്കും.
പടത്തിൽ അതൊന്നും ഇല്ല കേട്ടോ. രണ്ടാമത് ഞാൻ കണ്ട 3D ആണ്. ഞാൻ മറ്റേ ടൊവിനോടെ ARM സിനിമയിൽ 3D വെച്ചേക്കുന്നില്ല. അതായത് 2Dയിൽ പടം എടുത്തിട്ട് 3Dയിൽ കൺവേർട്ട് ചെയ്യുന്നത് സെയിം സെറ്റപ്പ് തന്നെയാണ്. ഈ പടം ആക്ച്വലി എടുത്തത് 2Dയിലാണ്. 3D ആക്കേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ 3D ആകാം. 3D എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറേ ആനിമേഷൻ ഇത് വെച്ച് കട്ട് ചെയ്ത് വെച്ച് സംഭവങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. മര്യാദയ്ക്ക് 2D തന്നെ ഇറക്കാൻ മതിയായിരുന്നു. ഉള്ള പൈസ വീണ്ടും നഷ്ടം, അത് എനിക്ക് പറയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുണ്ട് മറ്റേ യോഗി ബാബു ഒക്കെ ഭയങ്കര വെറുപ്പീരാണ് കേട്ടോ. വെറുപ്പിച്ചങ്ങ് ഇല്ലാണ്ടാക്കി വയ്ക്കും യോഗി ബാബു. സോങ്സ് ഒക്കെ അങ്ങ് ഏറ്റവും ഷോ. പിന്നെ ഒരു ചെറുക്കനുണ്ട്, ആ ചെറുക്കനാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ട് പറഞ്ഞത്, ഇമോഷണൽ സെൻറ്റി അപ്പാസം. സൂര്യ ആക്ച്വലി അച്ഛനെ കൊല്ലും. അച്ഛനെ കൊല്ലുമ്പോൾ ഈ ഒരു കൾച്ചർ പറയും. അതിന് കൂടുതൽ സ്റ്റോറി എന്ന് പറയാൻ പറ്റുകയൊന്നുമില്ല. ആ പയ്യൻ്റെ അച്ഛനെ സൂര്യയാണ് കൊല്ലുന്നത്. അങ്ങനെ അവൻ്റെ അച്ഛന് വലിയൊരു കുറ്റം ചെയ്തിട്ടുണ്ട്. കുറേ പേരെ അവരുടെ ആർമീസിനൊക്കെ പ്ലാൻ ചെയ്ത് കൊന്നുകൊണ്ട് ജീവനോടെ കത്തിച്ച് കളയും ആ പയ്യൻ്റെ അച്ഛനെ. ആ ചിതയിൽ ഇവൻ്റെ അമ്മയും പോയി ചാവും. അവൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് ഇവൻ്റെ മോനെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഒരു പാസം വെച്ച് കളിക്കണ കളി ഉണ്ടല്ലോ, അങ്ങേറ്റമാണ്. അയ്യോ, അവസാനം അത് പോട്ട്. ഇതിൽ ആകപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യയുടെ ബോഡി. അത് ഒരു രക്ഷയില്ല, അത് ഞാൻ സമ്മതിച്ചു കൊടുത്തു. അത് എഫേർട്ട് തന്നെയാണ്. ആ ബോഡി അങ്ങേര് മെയിൻറ്റെയിൻ വെച്ചിരിക്കുന്ന ഒരു രക്ഷയില്ല, അത് സെറ്റ്. അതെടുത്ത് കാണിക്കുന്നത് അടിപൊളി. സൂര്യ ബൈസപ്സ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എന്ത് പറയാൻ, പടത്തിൽ അത് ഒന്നൊരു ഇമ്പാക്റ്റ് ഇല്ല. പടം തീർന്നിട്ടും കിടന്നു എൻ പയ്യനെ, എൻ തങ്കമേ, എൻ മകനെ എന്നൊക്കെ പറഞ്ഞ് വെറുപ്പീരാണ്, ഉമ്മാതിരി വെറുപ്പീരാണ്. പിന്നെ അവസാനം സർപ്രൈസ് ഉണ്ട്. സർപ്രൈസിൽ വരുന്നതൊക്കെ നമ്മൾ വിചാരിക്കും സൂപ്പർ എന്ന്. അത് അവിടെ നിന്നും പോവും. ഒന്നും പ്രതീക്ഷ. ഇതിന് 2ാം ഭാഗം ഇറങ്ങരുത് എന്നാണ് എൻ്റെ ഒരു വിലയേറിയ ആഗ്രഹം. ഇറങ്ങിയാൽ പിന്നെ പോയി. ശിവ അണ്ണ ഇനി വേറെ എന്ത്, ഈ പാസം വിട്ട് കളിച്ചാലേ ശിവ അണ്ണയ്ക്ക് ഇനി വേറെ സ്കോപ്പുള്ളൂ. പാസം അണ്ണന് വേറെ ഒരു വഴിയില്ല. കങ്കുവിൽ ആക്ഷനൊക്കെ ഷോ കേട്ടോ. പിന്നെ പെണ്ണുങ്ങളുടെ വേറൊരു ഫൈറ്റ് ഉണ്ടോ, അയ്യോ, അത് അവിടെ നിന്നും പോയി. ഊത്തുവഴിയൊക്കെ സംസാരിക്കും, ഊത്തുവഴി. അവിടെ നിന്ന് സൂര്യ ഒരു എത്രയോ മൈലുകൾക്ക് അകലെ ഊതും. ആ ഊത്തി കൂടെ പറയും, സംസാരിക്കും. കൊള്ളാം, നിങ്ങൾ ഇത്രയും പേരില്ലേ, നിങ്ങൾക്ക് ഇത്രയും പേരൊക്കെ ഉണ്ടെങ്കിൽ, ഇത്രയും പൊമ്പിളരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ അടിച്ചിടാൻ പറ്റും, മറ്റേ ചെയ്യാൻ പറ്റും, മറച്ച് ചെയ്യാൻ പറ്റും. അതിനെ ഇവരൊക്കെ കൊന്നിട്ട് വീണ്ടും ഊത്തുവഴി റിപ്ലൈ കൊടുക്കും. ഒരു മീനിങ് ഇല്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഇത് ശിവ എന്തൊക്കെയോ വലിയ ലാംഗ്വേജ് ഒക്കെ കുറെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. മൊത്തത്തോടു കൂടി പോകണമെങ്കിൽ പടം ഭയങ്കര ഫ്ലോപ്പാണ്. നോക്കിയും കണ്ടൊക്കെ പടം കാണണം. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കിട്ടില്ല ആക്ടറാണ്. പക്ഷേ ഇതിൽ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശിവയുടെ അത് 2 വർഷം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്, 1.5 വർഷം ഇതിന് സ്പെൻഡ് ചെയ്ത്, 1 വർഷം VFX ചെയ്തെന്ന് പറയണം. അതൊന്നും കാണാനില്ല. പിന്നെ വേറെ VFX എന്ന് പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയണം. ഇതിൽ നമ്മുടെ എഡിറ്റർ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. പുള്ളിയുടെ പേര് വന്നിട്ട് നിഷാദ് യൂസുഫ് എന്ന് പറയും. പുള്ളി പയ്യനല്ല, ഇത്തിരി അത്യാവശ്യം ഏജ്ഡാണ്, ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഗായ്. പുള്ളിക്കാരൻ ആണ് ഇതിൻ്റെ എഡിറ്റർ, മലയാളിയാണ്. പുള്ളിക്കാരൻ 2 ആഴ്ച മുമ്പ് സൂസൈഡ് ചെയ്തു. കുറേ സിനിമ മലയാളത്തിലൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഉണ്ട, തല്ലുമാല, കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കങ്കുവും ചെയ്ത് പുള്ളിക്കാരൻ ബസൂക്ക ചെയ്യണത് പുള്ളിക്കാരനാണ്. അങ്ങനെ അതും പുള്ളിക്കാരൻ എഡിറ്റിംഗ് ഒക്കെ ഒന്നും മോശമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിന് ഏറ്റവും വലിയ ഷോ എന്ന് വെച്ചാൽ ഡയറക്ഷനാണ്. ബാക്കി ആർട്ട് വർക്കും എഡിറ്റിംഗ് ഒക്കെ പൊളിയാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചാണകം, ഒരു മധുരമില്ലാത്ത പായസത്തിനെ പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും പറയില്ല ഗൈസ്. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പം ചാൻസസ് പറയുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ. ബൈ.